ഈ ദൈവം എൻ്റെ ലൈഫിലോട്ട് കടന്നു വന്നിട്ട് ഇന്ന് 6 മാസം തികയാ. അയ്യോ ആണല്ലേ? പിന്നല്ലാതെ. ഇന്ന് നിന്നെയും കൊണ്ടൊന്ന് പുറത്തേക്ക് പോകാൻ വിചാരിച്ചായിരുന്നു ഞാൻ. പക്ഷെ നമ്മുടെ നിശ്ചയം ഒന്ന് കഴിഞ്ഞു കിട്ടിയിരുന്നെങ്കിൽ ഈ നാട്ടുകാരെ പേടിക്കാതെ പുറത്തു വിട്ടു വരായിരുന്നു. അതുകൊണ്ടൊന്നും പറയുന്നില്ല. വിക്കി എനിക്ക് ബൊക്കെ തന്നു. പക്ഷെ എന്റെ കയ്യിൽ തിരിച്ചു തരാനായിട്ട് ഒന്നുമില്ല വിക്കി. ഞാൻ എന്താ തരാന്ന്? ഒന്നും വേണ്ട. ഒരു സീരിയസ്നെസ് ഇല്ലാതെ ജീവിതം മുഴുവൻ ഇങ്ങനെ ചുറ്റി നടന്നായിരുന്നു ഞാൻ. ഇപ്പൊ അതെല്ലാം വിട്ട് സിൻസിയർ ആയിട്ട് ജെന്റിൽമാൻ ആയിട്ട് നടക്കുന്നുണ്ടെങ്കിൽ അതിനെല്ലാം കാരണം നീ ഒരാളാ. ആരതി എന്നൊരു പെണ്ണെന്റെ ലൈഫിൽ വന്നിട്ടില്ലായിരുന്നെങ്കിൽ ഞാൻ ഓഫീസിന്റെ പടി പോലും കാണില്ല എന്ന് ചേട്ടൻ കഴിഞ്ഞ ദിവസം പറഞ്ഞതേ ഉള്ളൂ. കല്ലിനെ വിഗ്രഹമാക്കി കൊത്തിയ ശില്പിയാ നീ. എന്റെ ജീവിതം തന്നെ മാറ്റിയോളാം നീ. ഇതിനും വലിയ ഗിഫ്റ്റ് എനിക്ക് എന്താ വേണ്ടേ? ഇങ്ങനെ സർപ്രൈസ് ആയിട്ടൊരു ഉമ്മ തന്നിട്ട് ഒന്ന് അനങ്ങ പോലും ചെയ്യില്ലെന്ന് പറയുമ്പോ എന്തോ പറ്റിയിട്ടുണ്ടല്ലോ. എന്താണ് നിന്നോട് പറയില്ലേ? ഒന്നുമില്ല. അങ്ങനെയാണെങ്കിൽ ശരി, ഞാൻ പോയിട്ട് വരാം. നോക്കു സ്വാതി, നീ ഈ കമ്പനി ജോയിൻ ചെയ്തിട്ട് 3 months ആയി. ജോയിൻ ചെയ്ത സമയത്ത് എന്തൊക്കെ സ്വപ്നങ്ങൾ കണ്ടാ നീ ചേർന്നത്? എന്നാ ഇവിടൊന്നും കിട്ടുന്നില്ല എന്നുള്ളൊരു ഫീല് നിനക്കാവുന്നുണ്ടോ? എന്താണ് നിനക്ക് ഈ കമ്പനി തന്നിട്ടുള്ളത്? ഒന്നുമില്ല. പകരം നിന്നെ കൊണ്ട് ഒരുപാട് ജോലി ചെയ്യിപ്പിച്ചു. ഞാൻ നിന്റെ റെക്കോർഡ് ചെക്ക് ചെയ്തു. ഇവിടെയുള്ള സ്ട്രിക്റ്റ് ബോസ് കാരണം നിന്നെ ഇവിടെ ഓവർ ടൈം ജോലി ചെയ്യിപ്പിച്ച് ലേറ്റ് ആയിട്ട് വീട്ടിലേക്ക് പറഞ്ഞയച്ചു. ശരിയല്ലേ? നിന്റെ വീട്ടിലെ അവസ്ഥ നിനക്ക് അറിയാവുന്നതല്ലേ? നിന്റെ അച്ഛന് ക്യാൻസറിന്റെ 3rd സ്റ്റേജ് ആണല്ലേ? നീ ഈ കാര്യം ഓഫീസിൽ ആരോടും പറഞ്ഞിട്ടില്ലെന്ന് എനിക്ക് നന്നായിട്ട് അറിയാം. ഞാനും ഈ കാര്യം ആരോടും പറയില്ല. ഒപ്പം ഞാൻ നിന്നെ ഹെൽപ്പ് ചെയ്യാം. ഞാൻ പറഞ്ഞ കാര്യം നീ ഭംഗിയായിട്ട് ചെയ്താ നിനക്ക് 5 ലക്ഷം രൂപ ഞാൻ തരും. അങ്ങനെയൊക്കെ ചെയ്യുന്നത് തെറ്റല്ലേ മാഡം? നമ്മൾ നമ്മുടെ ഫാമിലിക്ക് വേണ്ടി ഓരോന്ന് ചെയ്യുന്നത് എങ്ങനെയാണ് സ്വാതി തെറ്റാവുന്നത്? ഈ ലോകം വളരെ ക്രൂരമാണ്. ഇന്ന് ഞാൻ പറഞ്ഞ കാര്യം നീ ചെയ്തില്ലെങ്കിൽ നിന്റെ അച്ഛന്റെ കാര്യം പിന്നെ... അങ്ങനെ പറയരുത് മാഡം. ആലോചിക്കൂ. കാശ് തരാമെന്ന് പറഞ്ഞത് ഞാനാ. കാശ് മേടിച്ച് അച്ഛനെ രക്ഷിക്കാൻ പറ്റുമായിരുന്നിട്ടും അത് ഏറ്റെടുത്ത് ചെയ്യാത്തത് തെറ്റായി പോയിന്ന് പിന്നീട് തോന്നരുത്. നീ നന്നായിട്ടൊന്ന് ആലോചിച്ച് പറ. നിന്റെ കയ്യിലായിരിക്കുന്നത് അച്ഛൻ ജീവനോടെ വരണോ വേണ്ടയോ എന്നുള്ളത്. നിന്റെ മൂകാഭിനെയൊന്നും എനിക്ക് കാണണ്ട. നിങ്ങൾ പറഞ്ഞ കാര്യം ഞാൻ ചെയ്യാം മാഡം. ഇവനിപ്പോ എന്നെ എങ്ങോട്ടായിരിക്കും കൊണ്ടുപോകുന്നേ? ഒന്നാമതേ ഇവനൊരു ബുദ്ധിമാനാ. എവിടെന്നെങ്കിലും ഇൻഫോർമേഷൻ കിട്ടിയിട്ടുണ്ടാവോ? എനിക്കെന്തോ ഇവന്റെ കാര്യത്തിലൊരു സംശയം. ആ പെണ്ണാണെന്ന് പറഞ്ഞ് നിന്നെ മീറ്റ് ചെയ്യാൻ ഞാൻ തന്നെയല്ലേ മെസ്സേജ് അയച്ചത്? എന്നിട്ടിപ്പോ എന്നെ വിളിച്ചോണ്ടാണല്ലോ അവളെ കാണാൻ പോകുന്നേ. ഒഫീഷ്യൽ മീറ്റിംഗ് ആണെന്നൊക്കെ എന്നോട് കള്ളം പറഞ്ഞതായിരിക്കും. ഇനിയെങ്ങാനും ഇവനെ പറ്റിക്കുന്ന ഞാനാണെന്ന് ഇവന് മനസ്സിലായി കാണും. നീ ഇവിടെ നിൽക്ക്, ഞാനിപ്പോ വരാം.
നീ എന്റെ ബോസിനായിട്ടങ്ങ് കളിപ്പിക്കുകയാണോ? ഏയ് പൊക്കടാ അവളെ. ഏയ്, വേണ്ട, വിട്, എന്നെ വിട്. വേണ്ട, വിട്. എന്നെ വിട്, വേണ്ട. ഏയ് ഏയ് അമ്മേ. ഓ, ഞാൻ ഇവിടെ ഉണ്ടായിരുന്നോ? എന്താ പറ്റിയത്? ഒന്നുമില്ല, ഒരു ചീത്ത അത് ശരി, നീ അപ്പൊ സുഖമായിട്ട് ഉറങ്ങായിരുന്നല്ലേ? AC കാറ്, ഹമ്പും ഇല്ല കുലുക്കും ഇല്ല, അതുകൊണ്ട് ഞാനൊന്ന് ചെറുതായിട്ട് ഉറങ്ങി. ഹലോ, ഞാൻ നിന്നെ വിളിച്ചത് ഇവിടെ ഇരുന്ന് ഉറങ്ങാൻ വേണ്ടിയിട്ടൊന്നുമല്ല. ഒരു ഇമ്പോർട്ടന്റ് ജോലിയുണ്ട്. അത് ഞാനൊരു തുള്ളി ചാടുന്നു. ആ ഡോറ് തുറന്ന് പുറത്ത് ചാടിക്കും. പാർക്കിലേക്കാണോ എന്നെ വിളിച്ചോണ്ട് വന്നേ? അതെ, മിണ്ടാതിന്റെ ഒപ്പം വാ. ഞാനൊന്ന് വിളിച്ചു കഴിഞ്ഞാൽ വരാൻ ഇത്ര നേരം വേണോ? അത് ഞാൻ കുറച്ച് ബിസി ആയിരുന്നു ചേട്ടാ. നിങ്ങൾ ജോയിൻ ചെയ്തപ്പോ എല്ലാ കാര്യങ്ങളും നോക്കാന്നല്ലേ പറഞ്ഞിരുന്നത്? അതല്ലാതെ വേറെന്ത് ജോലിയാ നിനക്കുള്ളേ? വിളിച്ചു കഴിഞ്ഞാൽ വരാനത് ഇത്ര താമസം? എന്താ പറ്റിയെന്ന് പറ. ചെറുപ്പത്തിൽ ഞാൻ നിന്നെ തല്ലിയെന്നും പറഞ്ഞ് അമ്മൂമ്മയുടെ മുമ്പിൽ ചെന്ന് കള്ളം പറയുമ്പോൾ വിയർക്കാറില്ല? ഇപ്പോഴും അതുപോലെ വിയർക്കുന്നുണ്ടല്ലോ. ഇനി ചെയ്യാൻ പാടില്ലാത്ത എന്തെങ്കിലും ചെയ്തോ? ചേട്ടൻ എന്താ ഇങ്ങനൊക്കെ സംസാരിക്കുന്നേ? ചേട്ടൻ വിചാരിക്കുന്ന പോലെ ഞാൻ അത്ര ക്രൂരയൊന്നുമല്ല. ശരി, വേദാന്തും അമൂലയും ജോലിയുടെ കാര്യത്തിന് പുറത്തു പോയിരിക്കുക. വേദാന്ത് തിരിച്ചു വരുന്നതിന് മുമ്പേ ഈ പേപ്പേഴ്സ് എല്ലാം സിഗ്നേച്ചറിന് റെഡി ആയിരിക്കണം, എത്രയും പെട്ടെന്ന് തന്നെ. അവൻ തിരിച്ചു വന്നാലല്ലേ സൈൻ ചെയ്യേണ്ടതായിട്ടുള്ളൂ. എന്തെങ്കിലും പറഞ്ഞോ? ഇത് സൈൻ ചെയ്യാനും അയാൾ വഴക്കു പറയുന്നു പറഞ്ഞതാ. അവൻ അങ്ങനെയാ. ഓക്കെ, ഐ വിൽ ഗെറ്റ് ദിസ് റെഡി. ഞാൻ ചെയ്യാൻ പോകുന്നൊരു കാര്യം കൊണ്ട് വേദാന്തിനെ വലയിൽ വീഴ്ത്താൻ നോക്കുന്ന അമൂല്യയുടെയും ഒപ്പം ആരതിയുടെയും വിക്കിയുടെയും എൻഗേജ്മെന്റ് നടക്കാതിരിക്കാനുള്ള പ്ലാന് കൂടിയത്. എത്ര വേദനിക്കുമെന്ന് നോക്കിക്കോ. ഒന്ന് പെട്ടെന്ന് വരാൻ പറ്റില്ല നിനക്ക്? ഞാൻ ഒപ്പം തന്നെ നടക്കുന്നുണ്ടല്ലോ ബോസ്. ഇതില് സ്പീഡ് നടക്കാൻ ഞാൻ എന്താ വല്ല മത്സരത്തിന് പോവാണോ? തമാശയാണല്ലേ? എന്ത് പറഞ്ഞാലും നിനക്ക് അതിന് തർക്കോത്തരം ഉണ്ടായിരിക്കുമല്ലോ. പിന്നല്ലാതെ, നിങ്ങൾ എന്നോട് ചോദിക്കുന്ന ചോദ്യത്തിനൊക്കെ ഞാൻ എന്തായാലും ഉത്തരം തന്നല്ലേ പറ്റൂ. ഇനി എക്സാമിനാണെങ്കിലും ഒരു ക്വസ്റ്റ്യന് പോലും ആൻസർ അറിയില്ലെങ്കിലും പേപ്പർ വെറുതെ കാലിയാക്കി ഞാനൊന്നും വിടാറില്ല. എന്തെങ്കിലുമൊക്കെ അതിൽ എഴുതി വെച്ചിട്ട് ഞാൻ വരും. അല്ല, നീ ഇപ്പൊ ഒരു അഡ്മിൻ അല്ലേ? അതിന്റെ എന്തെങ്കിലും ഒരു സീരിയസ്നെസ് ഉണ്ടോ നിനക്ക്? ഓഫീസിൽ ഇങ്ങനെ തന്നെയല്ലേ? എങ്ങനെയാ നീ നന്നാവുക? അത് തന്നെയല്ലേ ഞാൻ എപ്പോഴും പറയാറ്. അപ്പൊ അങ്ങനെയാണെങ്കിൽ പിന്നെ ഇപ്പോഴത്തെ കാര്യം പറയണോ? ഇതെന്താ തമാശയാണോ? നിന്നെ കൂട്ടിക്കൊണ്ട് വന്നത് തെറ്റായിപ്പോയി. എങ്ങനെയെങ്കിലും ഒന്ന് എന്നെ പിന്നാലെ വാ. നിന്റെ ഈ വായ തുറക്കാൻ ഞാൻ മാത്രം മതി. ഞാൻ അത് തന്നെയല്ലേ ചെയ്തോണ്ടിരുന്നേ. എല്ലാരും സ്വഭാവം മാറ്റാൻ പറയും, മാറ്റി കഴിഞ്ഞാ പറയും നീ ഇപ്പൊ പഴയ പോലെ അല്ലാന്ന്. ഇതിന്റെയൊക്കെ ലോജിക്ക് എന്താ? പാർക്കിൽ വന്ന് മീറ്റ് ചെയ്യാന്ന് ഞാൻ മറ്റേ നമ്പറിലേക്ക് മെസ്സേജ് അയച്ചതാണല്ലോ. ഇനിയിപ്പൊ എന്റെ പ്ലാൻ എങ്ങനെയാ ശരിയാവുക? രക്ഷപ്പെടാന്ന് വിചാരിച്ചാ ഇന്ന് മീറ്റ് ചെയ്യാൻ പറ്റിയില്ലെങ്കിൽ പിന്നീട് ഒരിക്കലും കോണ്ടാക്ട് ചെയ്യണ്ടെന്ന് എന്നോട് പറഞ്ഞേക്കുന്നത്. ഇതെന്തൊരു കഷ്ട. ഈ ഡബിൾ ആക്ടിംഗ് എന്ന് പറഞ്ഞാലേ കഷ്ട. ഞാൻ ഇപ്പോഴേ ഡബിൾ ആക്ടിംഗ് ചെയ്യാൻ നല്ല കഷ്ടപ്പെടുന്നുണ്ട്. അപ്പൊ ഈ സിനിമയിലൊക്കെ അഭിനയിക്കുന്ന ആൾക്കാര് എത്ര കഷ്ടപ്പെട്ടായിരിക്കും ഇതൊക്കെ ചെയ്യുന്നേ? അവരെ സമ്മതിക്കണം. നീ എവിടെ നിൽക്കുവാണോ? നിന്നോട് എന്റെ കൂടെ വരാൻ പറഞ്ഞത് ഒരു ഇമ്പോർട്ടന്റ് കാര്യമുള്ളത് കൊണ്ടാ. അവിടെ എന്താ നോക്കി നിൽക്കുന്നേ? ഷോക്ക് അടിച്ചോ നിനക്ക്? എന്താ ബോസ്, കുറച്ച് വേഗം വേഗം നടക്കാൻ പാടില്ല?
എവിടെയായിരിക്കും അവള്? ഹലോ ചേട്ടാ. ആ ചേട്ടാ, ഞാനിപ്പോ ബിസിനസ് മീറ്റിംഗിലാ ഉള്ളത്. ക്ലയൻസ് ഇതുവരെ എത്തിയിട്ടില്ല. അവര് വിളിച്ചായിരുന്നു. മീറ്റിംഗ് ഉണ്ടെന്നുള്ള കാര്യം എന്തായാലും ഉറപ്പാ. പക്ഷെ വേറൊരാളും കൂടി വരാനുണ്ട്, വളരെ ഇമ്പോർട്ടന്റ് ആണെന്ന് പറഞ്ഞു. ഇവക്ക് വട്ടാണോ? ബിസിനസ് മീറ്റിംഗ് എന്ന് ഞാൻ പറഞ്ഞതല്ലേ, എന്നിട്ട് ഫോൺ സൈലന്റ് ആക്കാൻ അറിയില്ല ഇവക്ക്. എവിടെ പോയി ഇവള്? ഇന്ന് പാർക്കിലേക്ക് വരണമെന്ന് സുമേഷ് മെസ്സേജ് അയച്ചല്ലേ, എന്നിട്ട് അവളെന്താ വരാത്തെ? ഇനിയിപ്പൊ ഞാൻ എന്താ ചെയ്യാ? അതെ ചേട്ടാ, പ്രസന്റേഷനിൽ നമ്മൾ എങ്ങനെയാണെന്ന് നിനക്ക് നന്നായിട്ട് അറിയാലോ. ആരൊക്കെ വന്നാലും നമ്മൾ അടിപൊളിയാണ്. ഈ മരക്കഴുതയ്ക്ക് എന്നെ ഒന്ന് സഹായിച്ചൂടെ അവളെ പുറത്തേക്ക് കൊണ്ടുവരാൻ? ചുമ്മാ ഡയലോഗ് അടിക്കാൻ മാത്രം പറ്റും. ആദ്യം ഫോൺ സൈലന്റ് ആക്കിയില്ലെങ്കിൽ ഇവന് എന്തായാലും സംശയം തോന്നും. ദൈവമേ, അവന് ഡൗട്ടൊന്നും വരാതെ ഒന്ന് നോക്കിക്കൊള്ളണേ. ചേച്ചി ചേച്ചി ഇതേ വരുന്നു. ബസ്സിനകത്ത് നിന്ന് വന്നോണ്ട് കാലുവേദനയാണ്, എന്തേലും കുടിക്കാൻ എടുക്കുന്നില്ലേ പറയാൻ വന്നേ? ഇതാ എടുത്തോ. ഞാനും ഇത് തന്നെയാ ചോദിക്കാൻ വന്നേ. ചേച്ചിക്ക് എങ്ങനെയാ മനസ്സിലായേ? ഞാൻ നിന്റെ ചേച്ചിയല്ലേ. അത് ശരി, അമ്മ എവിടെ കാണുന്നില്ലല്ലോ. പലിശക്കാരാ മോളെ. ഒരു ദിവസം നീ എവിടെ ഒളിച്ചിരിക്കുന്നത്? കടം വാങ്ങിയ പൈസ ഞങ്ങൾ വാങ്ങിയിട്ട് ഇവിടുന്ന് തിരികെ പോകും. എങ്ങനെയാ വിളിക്കുന്നെന്ന് നിങ്ങൾക്ക് അറിയാവോ? തോന്നിവാസം പറഞ്ഞ എന്റെ കിട്ടും നിനക്ക്. ഇതുകൊണ്ടാ പറയുന്നേ, നിങ്ങൾക്ക് എപ്പോഴും നിങ്ങളുടെ മൂക്കിന്റെ തുമ്പത്താ ദേഷ്യം. നീ എന്തിനാ ഇപ്പൊ അങ്ങനെ ചോദിച്ചേ? എന്റെ തല തിന്നാൻ നിക്കണ്ട. തല ഉണ്ടെങ്കിലല്ലേ തിന്നാൻ പറ്റൂ. എന്തേ? ഒന്നുമില്ല, ജനങ്ങളെല്ലാരും നിങ്ങളെ വേദാന്ത് മേനോൻ എന്നാ വിളിക്കുന്നേ. ഹലോ, നിന്റെ ഈ ഓവർ ആക്ടിംഗ് ഒന്ന് നിർത്തുവോ? അതെനിക്കറിയുന്ന കാര്യമല്ലേ. അറിഞ്ഞതൊക്കെ ഓക്കെ, വേദാന്ത് മേനോൻ ഇതുപോലൊരു പാർക്കിൽ വന്ന് ആർക്ക് വേണ്ടി വെയിറ്റ് ചെയ്യുന്നേ?
ഇങ്ങനെ ആവശ്യമില്ലാണ്ട് വന്ന് നിൽക്കുന്ന കണ്ടിട്ട് ജനങ്ങള് വെറുതെ എന്തെങ്കിലും ഒരു ബിൽഡപ്പ് തരുമോന്ന് എനിക്കൊരു സംശയം. എടി നീ ലിമിറ്റ് വിടുന്നു. എന്റെ തലവിധിയത്. അത് എന്റെയാ. ഇത്ര നേരം ഞാൻ കാത്തു നിന്നത് നിന്നെ പോലൊരു പെണ്ണിന് വേണ്ടിയാ. എന്നെ പോലെ അല്ലടാ, അത് എന്നെ തന്നെയാ. ഈ പെണ്ണുങ്ങളുടെ സ്വഭാവം അത്. എല്ലാവരുടെയും ടൈം വേസ്റ്റ് ചെയ്യാ. ഇന്നത്തെ പെൺകുട്ടികൾക്ക് ടൈം സെൻസും ഇല്ല, കോമൺ സെൻസും ഇല്ല, ഒരു കുന്തവും ഇല്ല. അയ്യടാ, ഇത് നല്ല കഥയാണല്ലോ. ഞാനും ഈ കാലത്തെ പെൺകുട്ടി തന്നെയാ. അപ്പൊ നിങ്ങൾ പറഞ്ഞതിൽ ഞാനും പെടില്ലേ? ആ ലിസ്റ്റിലെ നമ്പർ 1 നീ തന്നെയല്ലേ? അതിന്റെ പ്രസിഡന്റ് നീയല്ലേ? മരക്കഴുത സംഘം. ഈ ഇടയായിട്ട് നിനക്ക് കുറച്ച് കൂടുന്നുണ്ടെന്ന് മനസ്സിലാവുന്നില്ലേ? അല്ല, ഇപ്പൊ തന്നെ എന്നെ ബിസിനസ് മീറ്റിംഗ് ആണെന്ന് പറഞ്ഞല്ലേ നിങ്ങൾ എന്നെ ഇങ്ങോട്ട് വിളിച്ചോണ്ട് വന്നേ? എന്റെ ടൈമും വേസ്റ്റ് ആവുന്നുണ്ട്. നിനക്കൊന്നും പറയാനില്ലേ? നീ എന്താ അമിതാഭ് ബച്ചനാണോ? ഇങ്ങനെ കണ്ണി തന്നെ നോക്കി നിക്ക. ഈ ലുക്കിലൊന്നും ഞാൻ വീഴാൻ പോകുന്നില്ല. എന്നോട് ഇതുവരെ റെസ്പെക്ട് ഇല്ലാതെ സംസാരിക്കുന്നത് നീ ഒറ്റൊരുത്തി മാത്രമായിരിക്കും. നീ മാത്രം. സെൽഫ് റെസ്പെക്ട് കൂടിയാലേ നമുക്ക് എപ്പോഴും നമ്മളോടൊരു ബഹുമാനം തോന്നും. അതറിയില്ലേ? ഞാൻ എന്റെ തന്നെ ഫാനാകുമ്പോ കുറച്ചൊക്കെ റെസ്പെക്ട് കൊടുക്കണ്ടേ? ഇതെന്തോന്ന് ലോജിക്കാടി? എന്റെ ഇത് ലോജിക് അല്ല, ഒള്ളി മാജിക്. ഏയ്, ആരാ നിങ്ങള്? നിങ്ങൾ എങ്ങോട്ടാ പോന്നേ? അവിടെ നിക്ക്. ആരാ നിങ്ങള്? ഹലോ, എങ്ങോട്ടാ ഇടിച്ചു കയറി പോന്നെ? നോക്ക്, ഞങ്ങളുടെ അച്ഛനിപ്പോ വീട്ടിലില്ല. നിങ്ങക്ക് വേണമെങ്കിൽ പോയി പിന്നെ വരൂ. ദയവ് ചെയ്ത് നിങ്ങൾ ഇവിടെ ഇറങ്ങിപ്പോ. പോയിട്ട് പിന്നെ വരാൻ ഞങ്ങളെന്താ നിങ്ങളുടെ അതിഥികളാണോ? നിങ്ങള് അവൻ ഇവിടെ ഇല്ലാന്ന് പറഞ്ഞാ ഞങ്ങൾ വിശ്വസിക്കണം? ഏയ്, ഇവരോടൊന്നല്ല വെറുതെ സംസാരിക്കുന്നത്. അവൻ എവിടെയാണ് നോക്ക്. എവിടെയാണെങ്കിലും അവനെ കണ്ടുപിടിക്കണം. ഞങ്ങൾ സത്യം തന്നെയാ പറയുന്നത്. എന്റെ ഭർത്താവ് ബസ്സിലെ കണ്ടക്ടറാ. ഈ സമയത്ത് അവൻ എങ്ങനെ വീട്ടിലുണ്ടോന്ന് പറ. അവര് വന്നിട്ട് നിങ്ങൾ തിരിച്ചു വാ. ഇതുപോലുള്ള കഥകളൊക്കെ ഞങ്ങൾ ഒരുപാട് കേട്ടിട്ടുണ്ട്. ഇതൊക്കെ ഒരുപാട് പഴയ അടവാ. ഞങ്ങൾ വീടിനകത്ത് കയറി അവനെ കണ്ടുപിടിക്കുന്നതിന് മുമ്പ് നിങ്ങൾ മര്യാദയ്ക്ക് ഭർത്താവിനെ വിളിക്ക്. നിങ്ങളോട് അപേക്ഷിക്കുകയാണ്. സത്യമായിട്ടും അച്ഛൻ വീട്ടിലില്ല. അമ്മയാണെങ്കിൽ ഒരു ഹാർട്ട് പേഷ്യന്റാ. ദയവ് ചെയ്ത് നിങ്ങൾ ഇവിടെ പ്രശ്നമൊന്നും ഉണ്ടാക്കരുത്. അടുത്തുള്ളവരൊക്കെ അറിഞ്ഞത് വലിയ പ്രശ്നമാവും. അച്ഛൻ വന്നു കഴിഞ്ഞാൽ ഞങ്ങൾ തന്നെ അച്ഛൻ അങ്ങോട്ടേക്ക് വിട്ടോളാം. ദയവ് ചെയ്ത് നിങ്ങൾ ഇപ്പൊ പോ. ഇതൊക്കെ കടം വാങ്ങുന്നതിന് മുമ്പ് ആലോചിക്കേണ്ട കാര്യമായിരുന്നു. കല്യാണത്തിന് ശേഷം ഡെക്കറേഷന്റെയും ഭക്ഷണത്തിന്റെയും പൈസ എല്ലാം നിങ്ങൾ കൊടുത്തു തീർത്തില്ലേ? ഞങ്ങളുടെ പൈസ മാത്രം എന്താ തരാൻ ഇത്ര മടി? ആരുടെയും കട ഞങ്ങൾ ബാക്കി വെക്കില്ല. തീർച്ചയായിട്ടും ഞങ്ങൾ തരും. പക്ഷേ ദയവ് ചെയ്ത് നിങ്ങൾ ഇവിടെ കിടന്ന് ബഹളം ഉണ്ടാക്കരുത്. ദിവസവും ദിവസവും പലിശ കൂടിക്കൊണ്ടിരിക്കും. അവസാനം ഞങ്ങള് രണ്ടിനും കൂടി ഒരുപാട് കഷ്ടപ്പെടേണ്ടി വരും. ഞങ്ങളെ ഇതുപോലെ നിങ്ങളുടെ മുമ്പ് ഒന്ന് ഓച്ചാനിച്ച് നിൽക്കണമെന്നാണോ? ഞങ്ങൾ അങ്ങനെയുള്ള ആൾക്കാരൊന്നുമല്ല. നിങ്ങളെ പറ്റിക്കാനൊന്നും ഞങ്ങൾ നോക്കില്ല. നിങ്ങളുടെ കാശ് ഞങ്ങൾ തീർച്ചയായിട്ടും തരും. ഇവരുടെ അച്ഛൻ വന്നതിന് ശേഷം നിങ്ങളുള്ള സ്ഥലത്ത് വന്ന് ഞങ്ങൾ സംസാരിക്കാം. ദയവ് ചെയ്ത് നിങ്ങൾ ഇവിടെ നിന്ന് പോകൂ. നിങ്ങൾ മര്യാദയ്ക്ക് മണികണ്ഠനെ വിളിക്കുന്നുണ്ടോ അതോ വീട്ടിലുള്ളതെല്ലാം ഞങ്ങൾ പെറുകിക്കൊണ്ട് പോകണം? അയ്യോ മോളെ ആരതി, നീ എന്തേ ചെയ്യുന്നേ? ഇതെല്ലാം എടുത്തോളൂ. ഇതെല്ലാം കൂടി ഏകദേശം നിങ്ങൾ പറഞ്ഞ അത്രയും തുക തന്നെ വരും. ദയവ് ചെയ്ത് ഞങ്ങൾ ഉപദ്രവിക്കാതെ ഇവിടുന്ന് പോണം. നിന്നെ എന്റെ കൂടെ കൂട്ടിക്കൊണ്ടുവന്നാ ഞാൻ ചെയ്ത തെറ്റ്. ഞാനെന്താ നിന്റെ പുറകെ നടന്നിട്ട് എന്നെ ഓഫീസിലെങ്ങാനും വിട്ടിട്ട് പോയാ ആത്മഹത്യ എന്ന് നിന്നെ ഭീഷണിപ്പെടുത്തിയോ? ഓഫീസിൽ സിൻസിയർ ആയിട്ട് ശ്രദ്ധയോടെ ജോലി ചെയ്യലായിരുന്നു ഞാൻ. ആ എന്നെ ഇങ്ങോട്ട് വിളിച്ചോണ്ട് വന്നിട്ട് ഇവിടെ ഇട്ട് ചീത്ത പറയാണോ നീ? നീയോ? അത് സിൻസിയർ ആയിട്ട്. വാട്ട് എ ബ്ലഡി ജോക്ക്. വിക്രാന്തിന്റെ കൂടെ കൂടി നീ പബ്ജി കളിക്കുന്നത് ഞാൻ കണ്ടിട്ടുണ്ടല്ലോ. ഉച്ചയ്ക്ക് ലീവ് എടുത്ത് ഫ്രണ്ടിന്റെ കൂടെ ലഞ്ച്. അമ്പലത്തിൽ പോകാൻ വേണ്ടി ലീവ് എടുക്കുന്ന നീയെ. എന്നിട്ട് എന്നോടാണോ നീ നിന്റെ ആത്മാർത്ഥത്തെ കുറിച്ച് പറയുന്നത്? ഞാൻ പബ്ജി കളിച്ചോണ്ടിരിക്കുന്നത് ഇവൻ എപ്പോഴാ പോലും കണ്ടത്? എന്താടി നീ എന്നെ തെറി വിളിക്കണോ? ഇതുവരെ ഞാൻ തുടങ്ങിയിട്ടില്ല. ഇനി തുടങ്ങാനാ പോകുന്നത്. വോയടച്ച് നിന്നോ. ജോലി ചെയ്യാതെ എന്റർടൈൻമെന്റ് ഇല്ലാതെ വെറുതെ നിൽക്കാനൊന്നും എന്നെ കൊണ്ട് പറ്റില്ല. ഇതിലേ ഒരു റൗണ്ട് പോയി ടൈം പാസിന് കുറച്ച് കടലേ വാങ്ങിട്ട് വരട്ടെ. ഇവിടുന്ന് അനങ്ങിയ നിന്നെ ഞാൻ കൊല്ലും. കഷ്ടം. വീണ്ടും അതേ ഡയലോഗ്. റിലേറ്റീവ്സിന്റെ കമ്പനിയിൽ ജോലി ചെയ്യാനേ പാടില്ല. ഒരു റെസ്പെക്റ്റും കിട്ടില്ല. ഉള്ളി അൺറെസ്പെക്ട്. ആരെയോ കൊല്ലാൻ പോകുന്ന പോലെയാണല്ലോ നോക്കി നിൽക്കുന്നേ.
കിട്ടി